ഗോതമ്പ് പൊടി കൊണ്ട് എപ്പോഴും ചപ്പാത്തിയും പൂരിയും ദോശയെല്ലാം ഉണ്ടാക്കാണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഗോതമ്പ് പൊടി കൊണ്ട് ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഈ ഗോതമ്പ് പൊടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഗോതമ്പ് പൊടിൻ്റെ കളറെല്ലാം ഇതുപോലെ ചേഞ്ച് ആയിട്ട് വരുന്നത് വരെ നമ്മൾ വറുത്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും വറുത്തെടുക്കണേ. എന്നിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്താൽ പിന്നെ കുറേ നേരമൊന്നും വറുക്കണ്ട, ഒരു 1-2 മിനിറ്റ് മാത്രം വറുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ശർക്കര ഒന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കാം. 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ശർക്കര എല്ലാം മെൽട്ടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെയും തേങ്ങേൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കാം. ഈ സമയത്തൊക്കെ നിങ്ങൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഈ ഗോതമ്പ് പൊടി ശർക്കരയിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കായ്പ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം. പാനിൽ നിന്ന് ഇതുപോലെ നന്നായിട്ട് വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗോതമ്പ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഒരു തുള്ളി പോലും നെയ്യോ ഓയിലോ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ഹൽവ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഗ്ലാസ്സിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രമായാലും എടുക്കുക. അതിൽ ഒരല്പം മാത്രം ഓയിലൊന്ന് തടവി കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ബട്ടറാക്കി കൊടുത്താലും മതി. എന്നിട്ട് നമ്മുടെ ഈ ഹൽവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇതിപ്പോൾ കുറച്ച് വലിയ ട്രേ ആയതുകൊണ്ട് ഞാൻ ഒരു സൈഡിലേക്ക് മാത്രമായിട്ടാണ് കേട്ടോ ഷേപ്പാക്കുന്നത്. ഇതുപോലെ ഷേപ്പാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം നല്ലോണം പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള 2-3 ചേരുവകൾ മാത്രം മതിയാവും. അപ്പോൾ ഗോതമ്പ് പൊടി കിട്ടുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.